ഇസ്ലാമാബാദിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, വണക്കം. ഇന്ന് മുതൽ ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിന് വേദി ഒരുക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്ന് കണക്കാക്കിയാൽ മതി. പാകിസ്ഥാൻ എന്ന രാജ്യം നിലനിൽക്കുന്നത് ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തെ മുള്ള മുനീർ എന്നും ഫീൽഡ് മാർഷൽ മുനീർ എന്നും ആളുകൾ വിളിക്കുന്നു. പാകിസ്ഥാനിലെ ആരോട് ചോദിച്ചാലും ഫീൽഡ് മാർഷൽ മുനീറുമായി അവർ ഒരു കാലത്തും അബദ്ധത്തിൽ പോലും കൂട്ടിച്ചേർക്കാത്ത പദമാണ് സമാധാനം എന്നുള്ളത്. ആ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടും ആത്മാഭിമാനത്തോടും ജീവിക്കുവാനുള്ള അവകാശം മാനിക്കാത്ത വ്യക്തിയാണ് ഈ ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നത് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിലും നാം വസിക്കുന്ന ഈ യുഗത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു വ്യക്തിയാണിപ്പോൾ ലോക സമാധാനത്തിൻ്റെ നെടുന്തൂണായി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് അല്പം ഹാസ്യരൂപത്തിലെടുക്കാം, അല്ലെങ്കിൽ അല്പം രോദനത്തിനും വഴിയൊരുക്കാം. പക്ഷെ അതല്ല നമ്മുടെ പ്രധാനമായ അന്വേഷണ വിഷയം. ഇസ്ലാമാബാദിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇറാൻ പ്രതീക്ഷിക്കാം. ഇറാൻ പ്രതീക്ഷിക്കാം. ഞാൻ അത് വിശദീകരിക്കട്ടെ. അത് വിശദീകരിക്കുന്നതിന് പശ്ചാത്തലമൊരുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ആദ്യമായി പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഹ്രസ്വമായി ആകർഷിക്കുവാൻ അത്യാവശ്യമുണ്ട്. ഇസ്ലാമാബാദിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന രണ്ട് കൂട്ടർ, അവരിൽ ആർക്കാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുൻതൂക്കമുള്ളത്? എൻ്റെ കാഴ്ചപ്പാടിൽ അല്പം പോലും സന്ദേഹം അവശേഷിക്കുന്നില്ല, അത് ഇറാന് തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയ സൂചന ഞാനൊന്ന് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അമേരിക്കൻ സംഘത്തിൻ്റെ മുഖ്യ അംഗം അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ JD വാൻസ് ആണ്. എങ്ങനെയാണ് JD വാൻസ് അമേരിക്കൻ ഡെലിഗേഷൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്തായത്? ആര് പറഞ്ഞിട്ടാണ്? ഇറാൻ പറഞ്ഞിട്ടാണ്. ഇറാനാണ് നിർബന്ധം പറഞ്ഞത്, JD വാൻസ് നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അത് അപ്പാടെ അനുസരിക്കുവാൻ അമേരിക്ക കൂട്ടാക്കിയെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ നിന്ന് അമേരിക്കയുടെ അവസ്ഥ എന്താണ് എന്ന് ഏതാണ്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, എനിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ തികച്ചും ബലം ക്ഷയിച്ച അവസ്ഥയിലാണ് അമേരിക്ക ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായി ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത് എന്നത് പകൽ പോലെ സ്പഷ്ടമാണ്. ഇത് നമുക്ക് ആർക്കും അറിയാൻ വയ്യെങ്കിൽ ഇറാനിലുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇറാനെ പ്രതിനിധീകരിച്ച് വരുന്ന അവരുടെ ഡെലിഗേഷനിലെ എല്ലാ അംഗങ്ങൾക്കും അറിയാം. അതിലുള്ള ഓരോ അംഗങ്ങളും വളരെ കഴിവുള്ളവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്, ചിന്താശക്തി ഉള്ളവരാണ്, ധൈര്യമുള്ളവരാണ്, ദീർഘവീക്ഷണമുള്ളവരാണ്. അപ്പോൾ ഇതൊരു വളരെ അണീക്വലായിട്ടുള്ള, യാതൊരു വിധത്തിലും സമാനമല്ലാത്ത രണ്ട് സംഘങ്ങളാണ് ഇസ്ലാമാബാദിൽ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോകുന്നത് എന്നത് ഇതിൽ നിന്ന് നാം എന്ത് പ്രതീക്ഷിക്കാം എന്ന ചോദ്യത്തെ നന്നെ ബാധിക്കുന്ന, പരുവപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി, ഇതിൽ പങ്കെടുക്കുന്ന രണ്ട് കൂട്ടരുടെയും ലക്ഷ്യങ്ങൾ എന്താണ്? അതും ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം എന്നതിനെ കാര്യമായി ബാധിക്കുമെന്നത് കൊണ്ട് ഹ്രസ്വമായി പരിഗണിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇറാനും അമേരിക്കയും തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഈ അഭ്യാസത്തിന് ഇറങ്ങിയിരിക്കുന്നത്.
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ല വിധേനയും ഈ പൊല്ലാപ്പ് ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഒന്ന് കരയിലോട്ട് കയറാൻ സഹായിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വഴി കിടന്ന പാമ്പിനെ എടുത്ത് അപകടമേറിയ അസ്ഥാനത്ത് വെച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപും അദ്ദേഹത്തിൻ്റെ ലോക വൻകിട ശക്തിയായ അമേരിക്കയും. അത് ഓരോ വിശദാംശങ്ങളും പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. പ്രത്യേകിച്ച് ഈ ഇസ്ലാമാബാദിൽ നടക്കുവാൻ പോകുന്ന ചർച്ചയെ സംബന്ധിച്ച് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ചിന്താക്കുഴപ്പം, അട്ടർ കൺഫ്യൂഷൻ. ഇന്ന് പറയുന്നതല്ല നാളെ, നാളെ പറയുന്നതല്ല മറ്റന്നാൾ, ഇങ്ങനെ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. അതേസമയം ഇപ്പുറത്ത് നിങ്ങൾ നോക്കുമ്പോൾ യാതൊരു ചിന്താക്കുഴപ്പവുമില്ല. ചാട്ടുളി പോലെ പ്രസ്താവനകൾ വരുന്നു. അതിൽ നിന്ന് അവരല്പം പോലും ചഞ്ചലിക്കുന്നില്ല, വ്യതിചലിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമാണ്. പിന്നെ രണ്ട് കൂട്ടരുടെ ലക്ഷ്യം എന്താണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായി ഇനിയും ഇവിടെ നിന്ന് കാര്യമായിട്ട് ഒന്നും നേടാനില്ല. ഇറാനോട് യുദ്ധം ചെയ്തിട്ട് ഇനിയും യാതൊരു പ്രയോജനവുമില്ല. അത് മുൻപോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത, എടുക്കാൻ വയ്യാത്ത ഭാരമാണ്. അതേസമയം തന്നെ ഒക്കുമെങ്കിൽ, ഇറാൻ അനുവദിക്കുമെങ്കിൽ ഈ സ്ഥലത്ത് മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ള താവളങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ പഴയ പോലെ ആധിപത്യത്തിൻ്റെ മനോഭാവത്തോടുകൂടെ പ്രൗഢിയിൽ ഈ പ്രദേശത്ത് അമേരിക്കയ്ക്ക് നിന്ന് വിലസാൻ സാധ്യമല്ല എന്നത് അവർക്കിപ്പോൾ നന്നേ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടത് മാറിയിട്ടുണ്ട്. 40 ദിവസങ്ങൾക്ക് മുൻപ് ഇറാനാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നതെങ്കിൽ അത് പരിപൂർണമായി മാറിയിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്കാണ് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ പോകുന്നുവോ എന്ന ഭീതി അനുഭവപ്പെടുന്നതായി നമുക്ക് തോന്നാൻ സാധിക്കും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തിയായി വളരുക. 2, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ്റെ ആധിപത്യത്തിൽ ആയിത്തീരുക. 3, അമേരിക്കൻ താവളങ്ങൾ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് കെട്ടിപ്പെറുക്കി ഒഴിഞ്ഞു മാറുക. ഇത് 3ഉം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതാണ്. ഇത് നാം പ്രത്യേകം എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഇസ്ലാമാബാദിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന സമാധാന സംഭാഷണത്തിൽ കൂടെ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അമേരിക്ക അല്പമെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ അവസ്ഥ അത്രമാത്രം ദയനീയമാണ് എന്നത് തന്നെയാണ്. നമുക്കറിയാം, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ട്രംപും അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന പ്രസ്താവനകൾ എന്താണ്? ഈ 3 കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ച, അന്ന് പിന്നെ ഹോർമൂസിൻ്റെ പ്രശ്നമില്ലായിരുന്നു, യാതൊരു വിധത്തിലും ഈ പറയുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച സാധ്യമല്ല. ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സമ്മതിക്കയില്ല. ഒരു വിധത്തിലും തങ്ങളുടെ ആധിപത്യം അല്പമെങ്കിലും കുറയ്ക്കുവാൻ അമേരിക്കയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഇറാൻ ബോംബുണ്ടാക്കുക, 2 ഹോർമൂസ് സ്ട്രെയ്റ്റ് അവരുടെ ആധിപത്യത്തിൻ്റെ കീഴിലാക്കുക, 3 അമേരിക്കയെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ അല്പമെങ്കിലും വിട്ടുവീഴ്ച കാണിക്കുവാൻ അമേരിക്ക നിർബന്ധിതമായി തീർന്നെങ്കിൽ അമേരിക്കയുടെ സ്ഥിതി അത്രമാത്രം ബലഹീനമാണ്, നിരാശാജനകമാണ്, നിലനിർത്തി കൊണ്ടുപോകുവാൻ ഒരു ഗത്യന്തരവുമില്ലാത്തതാണ് എന്നത് മാത്രമാണ് അതിൽ നിന്ന് സ്പഷ്ടമാകുന്നത്. അപ്പോൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക്
ഇറാന്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ അതിനെപ്പറ്റി വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാന്റെ പണ്ടത്തെ ലക്ഷ്യമല്ല ഇപ്പോഴത്തെ ലക്ഷ്യം. അവർ അതിൽ നിന്ന് വളരെ വളരെ മുൻപോട്ട് പോയിരിക്കുന്നു. ഇറാൻ അമേരിക്കയുടെ ബലഹീനത നന്നേ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഗത്യന്തരമില്ലാത്ത അവസ്ഥ, ശ്വാസം മുട്ടിയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെ എത്രമാത്രം പ്രയോജനപ്പെടുത്താം എന്നതിനെപ്പറ്റി വളരെ കൂർമ്മബുദ്ധിയോടെ അന്വേഷിച്ച് അവർ ചില കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അവർ പറയുന്നത്, യുറേനിയം എൻറിച്ച്മെന്റ് ഞങ്ങളുടെ അവകാശമാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അങ്ങനെയല്ല അവർ പറഞ്ഞത്. യുറേനിയം എൻറിച്ച്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് കോംപ്രമൈസിന് തയ്യാറായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാണ്, അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ യുറേനിയം എൻറിച്ച്മെന്റ് ഇപ്പോൾ തന്നെ 60% എൻറിച്ച്മെന്റ് ഉണ്ട്. അവിടെ നിന്ന് വെപ്പൺ ഗ്രേഡ് ആകാനായി 90, ഇനി 30% കൂടെ എൻറിച്ച്മെന്റ് മതി. ആ ലെവലിൽ അവിടെ എത്തിച്ചേരാൻ അവർക്ക് വലിയ കാലതാമസമൊന്നും ആവശ്യമില്ല എന്നവർ തെളിയിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടന്ന വലിയ വലിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്ന് 1000 തവണ ട്രംപ് വിളിച്ചു പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കാം. അതിനുശേഷം ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇറാൻ നേടിയ പുരോഗതി ഞെട്ടിപ്പിക്കുന്നതാണ്. നാനാവിധമായ പുരോഗതി ഞെട്ടിപ്പിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് യുറേനിയം എൻറിച്ച്മെന്റിന്റെ കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയില്ല എന്നതാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മിസൈൽ പ്രോഗ്രാം. ആ കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ച നടത്തും എന്നതിന് എനിക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ല. മൂന്നാമതായി, ഇറാൻ്റെ നയതന്ത്രപരമായ ദർശനം അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശമാണ് അവരുടെ പ്രോക്സീസ്. അത് ലെബനോനിൽ ഹിസ്ബുള്ള ആണെങ്കിലും, ഗാസയിൽ ഹമാസ് ആണെങ്കിലും, യമനിൽ ഹൂത്തീസ് ആണെങ്കിലും, ഇറാഖിലുള്ള മറ്റ് മിലീഷ്യകളാണെങ്കിലും, സിറിയയിൽ ഉണ്ടായിരുന്ന അവരുടെ സഹായികളാണെങ്കിലും, അങ്ങനെ ഈ പ്രദേശത്താകമാനം അവർ വിന്യസിച്ച് വളർത്തിയെടുത്ത് പണവും ആയുധവും വാരിക്കോരി നൽകി അവരുടെ നയതന്ത്രപരമായ ദർശനത്തെ സാക്ഷാത്കരിക്കത്തക്കവണ്ണം വളർത്തിയെടുത്ത് കൊണ്ടുവന്ന അവരുടെ സഹായികൾ, അവരുടെ പ്രോക്സീസിനെ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറാകുകയില്ല. യാതൊരു സംശയവും ആ കാര്യത്തിൽ എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇറാന്റെ ഇനിയും അങ്ങോട്ടുള്ള ലക്ഷ്യം അവരൊരു റീജിയണൽ സൂപ്പർ പവറായി മാറുക എന്നുള്ളതാണ്. 40 ദിവസങ്ങൾക്ക് മുൻപ് ഇറാന്റെ ലക്ഷ്യം വല്ല വിധേനയും ജീവൻ നിലനിർത്തുക, ഹൗ ടു സേവ് വൺസെൽഫ്, ഹൗ ടു സർവൈവ് എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോഴതല്ല. ഇപ്പോൾ ഈ സ്ഥലത്തെ ഏറ്റവും വൻകിട ശക്തിയായി, സൂപ്പർ പവറായി ഇറാൻ വളരാൻ അവർക്ക് കഴിവുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ അണുവായുധം ഉണ്ടാക്കുക അവരുടെ അടിസ്ഥാന ആവശ്യമാണ്. 2, ഹോർമൂസ് സ്ട്രെയിറ്റ് അവരുടെ നിയന്ത്രണത്തിലാക്കുക അനിവാര്യമാണ്. കാരണം ആ ഒരു വലിയ സൂപ്പർ പവറായി വളരണമെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തികമായ ശേഷി ഉണ്ടാകണം. അതിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഹോർമൂസ് തുറമുഖവും. അതിൽ ഉണ്ടാക്കാനായി ഇറാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആദായവും. ഓരോ കപ്പലും അതിൽ കൂടെ കടന്നു പോകുമ്പോൾ 2 മില്യൺ
ഡോളർ അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടും. സാധാരണഗതിയിൽ 150 മുതൽ 180 വരെ കപ്പലുകൾ ഒരു ദിവസം അതിലെ പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 300 തൊട്ട് 400 മില്യൺ ഡോളേഴ്സ് അവരുടെ കയ്യിൽ വന്ന് വീഴും. ഒരു വർഷത്തിൽ അത് 100 ബില്യൺ ഡോളറിൽ കൂടുതലാകും. അത്രയും പണം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഒന്നുമില്ലാതിരുന്നിട്ട് അവർ കാട്ടിക്കൂട്ടിയ, അവർ നേടിയെടുത്ത നേട്ടങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക, അവിടെ ഫ്രോസൺ അസറ്റ്സ് അവർക്ക് കൊടുക്കുക. 120 ബില്യൺ ഡോളറിൻ്റെ ഇറാനിയൻ ഫ്രോസൺ അസറ്റ്സ് ഉണ്ട്. അത് പെട്ടെന്ന് അവരുടെ കയ്യിൽ വന്ന് എത്തുന്നു. അവരുടെ വലിയ വലിയ എണ്ണ ശേഖരങ്ങൾ വിറ്റ് പൈസയാക്കാൻ അവർക്ക് അനുവാദം ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ശക്തിയായി അത് വളരുകയും അതവരുടെ റീജിയണൽ സൂപ്പർ പവർ സ്റ്റാറ്റസിനെ അനായാസമാക്കുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായി കട്ടായം പിടിച്ച് ദൃഢനിശ്ചയത്തിലിരിക്കുന്ന ഇറാനോട് അമേരിക്കൻ ഡെലിഗേറ്റ്സ് എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അവർ ട്രംപിനെ, അതായത് ഇറാനിലെ ആളുകൾ ട്രംപിനെ നന്നേ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം ഭീരുവാണെന്നും അദ്ദേഹത്തിന് അമേരിക്കയിൽ പോലും രണ്ടു കാലം നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് എന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ബലഹീനത ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നും ഇറാൻ സ്പഷ്ടമായി മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഇത് വളരെ വളരെ ഒരു അൺഈക്വൽ സംഭാഷണമാണ്. യജമാനനും അടിയനും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ്. അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമാകയില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അമേരിക്ക വിട്ടുവീഴ്ച നടത്തിയാൽ അമേരിക്കയുടെ ബലഹീനത ലോക മനുഷ്യരാശിയുടെ കണ്ണിൻ്റെ മുൻപിൽ അമേരിക്ക ഏറ്റുപറയുന്നതിന് തുല്യമാണ്. അതിനുശേഷം ട്രംപിനോ അമേരിക്കയ്ക്കോ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ സാധ്യമല്ല. ഈ ഒരു വലിയ തകർച്ചയിൽ നിന്ന് അമേരിക്ക ഒരിക്കലും റിക്കവർ ചെയ്യുകയില്ല എന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഇറാൻ കട്ടായമായി ഉയർത്തുന്ന ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ഇതൊരു സമാധാന ചർച്ചയായി തീരുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ല. സംഭവിക്കാൻ പോകുന്നത് ഇവർ തമ്മിൽ കുറച്ചു നേരം ഇത് സംസാരിക്കും, പെട്ടെന്ന് മനസ്സിലാകും ഇത് അല്പം പോലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അതേസമയം തന്നെ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് ഉടനെ ഒരു യുദ്ധത്തിന് ഇറങ്ങാത്ത വിധത്തിൽ ചില പൊത്തുവരുത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് രണ്ടു കൂട്ടരും ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് മിടുക്ക് കളിച്ച് പോകത്തക്കവണ്ണമുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കുകയും അതേതാണ്ട് കോൾഡ് വോർ എന്ന ഒരവസ്ഥയിൽ കുറേ നാൾ ഇങ്ങനെ പോവുകയും ആ അവസ്ഥ ഈ ഒരു സ്ഥലത്ത്, അതായത് മിഡിൽ ഈസ്റ്റേൺ റീജിയനിൽ അധിക നാൾ നിലനിർത്തുവാൻ ഒരു വിധത്തിലും സാധിക്കാത്തത് കൊണ്ട്, കാരണം ഇത് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാകിയാൽ പ്രത്യേകിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിധത്തിലും സ്വീകരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇത് അധിക നാൾ മുൻപോട്ട് പോകുകയില്ല. തീർച്ചയായും കൂടിപ്പോയാൽ 5 തൊട്ട് 6 മാസങ്ങൾക്കുള്ളിൽ വലിയ മൂന്നാമത്തേതും അവസാനത്തേതുമായ യുദ്ധം നടന്നിരിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. പിന്നെ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതിലേറ്റവും കൂടുതൽ ഞെട്ടി വിറയ്ക്കേണ്ടത് ഇസ്രയേലാണ്. ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴായിരിക്കുന്ന ഈ അവസ്ഥ തുടരുവാൻ സാധ്യമല്ല. അവർക്കിത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സെറ്റിൽ ചെയ്തേ മതിയാകുകയുള്ളൂ.
അതുകൊണ്ട് ഇപ്പോൾ അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാകയാൽ 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിച്ച ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അടിയാണ് അവർക്ക് ഇറാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് യുദ്ധം ഒരു 10% പോലും തീരുന്നതിന് മുൻപ്. അതുകൊണ്ട് അവർക്ക് ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂട മാറ്റമല്ലാതെ മറ്റു യാതൊരു പോംവഴിയുമില്ല. എന്നാൽ ആ അറ്റം വരെ പോകുവാൻ അമേരിക്ക തയ്യാറല്ല. അതുകൊണ്ട് അടുത്ത കാലത്തിനുള്ളിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വിള്ളലുണ്ടാകും. അതിൻ്റെ ചില നാന്ദികൾ ഇപ്പോൾ തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വർദ്ധിക്കും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അധിക നാൾ അമേരിക്കയുടെ വാല് പിടിച്ച് നടക്കുവാൻ സാധ്യമല്ല. അത് അപകടമാണെന്ന് അവർ തിരിച്ചറിയും. കാരണം അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് ഇസ്രയേൽ തങ്ങളെ തന്നെ ചുരുക്കിയാൽ അവർക്ക് ഭാവി ഉണ്ടാകുകയില്ല. അവരുടെ ഭാവി അപകടത്തിലാണ് എന്നത് അവർ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ലെബനോനിൽ ഹിസ്ബുള്ളയെ വളരെ പൂർവാധികമായ ശക്തിയിൽ അടിച്ചത്. അതിൽ വലിയൊരു ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറിഞ്ഞിരിപ്പുണ്ട്. അവർ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ്, നിലപാട് എന്താണ് എന്നതിനെ വെളിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ലെബനോനിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇസ്ലാമാബാദിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്രിയയിൽ പാകിസ്ഥാൻ വളരെ അഭിമാനിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗം കിട്ടിയതിനേക്കാൾ വലുതാണ്. പെട്ടെന്ന് പാകിസ്ഥാൻ ലോക സമാധാനത്തിൻ്റെ എവറസ്റ്റ് കയറി ഇരിക്കുകയാണ്. അമേരിക്കയുടെ അത്താണിയായി പാകിസ്ഥാൻ, ഇറാൻ്റെ അത്താണിയായി പാകിസ്ഥാൻ, ലോകത്തിൻ്റെ കണ്ണു മുഴുവനും പാകിസ്ഥാനിലേക്ക്. അവർക്ക് വല്ല വിധേനയും ഇത് പൊത്തുവരുത്തത്തിൽ ഒപ്പിച്ചു വെച്ചിട്ട് ഒക്കുമെങ്കിൽ ഒരു നൊബേൽ പീസ് പ്രൈസ് അടിച്ചാൽ കൊള്ളാമെന്നും അത് അസീം മുനീറിന് തന്നെ കിട്ടണമെന്നും താല്പര്യമുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ താല്പര്യം ഏതായാലും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പകൽ പോലെ സ്പഷ്ടമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം.